ഹായ് ഫ്രണ്ട്സ്, സോണി ജോസഫ്. അടുത്ത കാലത്ത് ഫിനാൻസ് മിനിസ്റ്റർ ശ്രീ നിർമ്മല സീതാരാമൻ അനൗൺസ് ചെയ്ത കോർപ്പറേറ്റ് ടാക്സ് കട്ട് വളരെ വലിയ വിവാദങ്ങളാണ് ഉണ്ടാക്കിയത്. സന്തോഷത്തോടു കൂടിയാണ് കോർപ്പറേറ്റ്സ് ഇതിനെ സ്വാഗതം ചെയ്തത്. എന്നാൽ അതിന് പ്രതികൂലമായ ഒട്ടനവധി വാദഗതികളും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് അനലിസ്റ്റ് എന്നുള്ള രീതിയിൽ എൻ്റെ അഭിപ്രായങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. കോർപ്പറേറ്റ് ടാക്സ് കട്ട് എന്നുള്ളത് ഫിസ്ക്കൽ എക്സ്പാൻഷനറി പോളിസിയുടെ ഭാഗമാണ്. അതായത് ഉയർന്ന ടാക്സ് റേറ്റുള്ള ഒരു രാജ്യത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യമായ രീതിയിൽ വരികയില്ല. പ്രധാനമായിട്ടും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും. കാരണം കൂടുതൽ ടാക്സ് റേറ്റ് കൊടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിൽ നിക്ഷേപിക്കേണ്ട ആവശ്യം ഇന്ന് ക്യാപിറ്റലിസ്റ്റുകൾക്കില്ല. അതിന് കാരണം ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിൽ കുറഞ്ഞ ടാക്സ് റേറ്റ് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണമായി നമ്മുടെ തൊട്ടടുത്തുള്ള ചൈനയിൽ തന്നെ കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് 25% ആണ്. അതേപോലെ വിയറ്റ്നാം പോലെയുള്ള രാജ്യങ്ങളിൽ ഇത് കേവലം 20% മാത്രമാണ്. ഇങ്ങനെ നിരവധി രാജ്യങ്ങളിൽ 25% താഴെയായി കോർപ്പറേറ്റ് ടാക്സ് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ വളരെ ഉയർന്ന കോർപ്പറേറ്റ് ടാക്സ് ആണ് ഉണ്ടായിരുന്നത്. വിവിധ സെക്ടറുകളിലാകട്ടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ടാക്സ് നിരക്കുകളാണ് നിലനിന്നത്. ഉദാഹരണമായിട്ട് വളരെ ഉയർന്ന GST അടയ്ക്കുന്ന സെക്ടറാണ് ഓട്ടോമൊബൈൽ സെക്ടർ. അതോടൊപ്പം തന്നെ കോർപ്പറേറ്റ് ടാക്സും 32% കൂടുതൽ വരുന്ന നിരവധി സെക്ടറുകളുണ്ട്. ഓയിൽ ആൻഡ് ഗ്യാസ്, ക്യാപിറ്റൽ ഗുഡ്സ്, ഓട്ടോമൊബൈൽസ് എന്നിങ്ങനെയുള്ള സെക്ടറുകൾക്ക് വളരെ ഉയർന്ന ടാക്സ് മൂലം അവരുടെ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ ഏകദേശം 32% മുതൽ 35% വരെ ടാക്സ് നൽകേണ്ടതായി വരുന്നു. എന്നാൽ സ്പെഷ്യൽ എക്കണോമിക് സോണുകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കും IT കമ്പനികൾക്കുമൊക്കെ ഒത്തിരി ടാക്സ് ഇളവുകളുണ്ട്. അതുകൊണ്ട് അവയുടെയൊക്കെ ടാക്സ് റേറ്റ് 30% താഴെയായി നിൽക്കുകയും ചെയ്യുന്നു. IT-യിൽ വളരെ വലിയ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നതിന് മറ്റ് സെക്ടറുകളെ അപേക്ഷിച്ച് അവിടെ നിലനിൽക്കുന്ന കുറഞ്ഞ ടാക്സ് റേറ്റ് ഒരു കാരണമാണ്. 30% മുകളിലായിട്ട് ടാക്സ് നിലനിന്നു എന്നുള്ളത് ഇന്ത്യൻ എക്കണോമിയുടെ അവസരങ്ങളെ വളരെയധികം ദോഷകരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറഞ്ഞ രീതിയിലാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിലനിൽക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് മാത്രമാണ് രാജ്യം മുമ്പോട്ട് പോകുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് അനിൽ അംബാനി ഗ്രൂപ്പും JP ഗ്രൂപ്പും DLF-ഉം പോലെയുള്ള കമ്പനികൾ വളരെ വലിയ നിക്ഷേപങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ അന്നത്തെ വമ്പന്മാരായിരുന്ന GMR പോലെയുള്ള കമ്പനികൾ ഇന്ന് വലിയ തകർച്ചയിലാണ്. ഒട്ടനവധി ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾ വളരെ വലിയ വീഴ്ചയെ നേരിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യൻ ക്യാപിറ്റലിസ്റ്റുകളിൽ നിന്ന് വലിയൊരു നിക്ഷേപം പ്രതീക്ഷിക്കുക പ്രായോഗികമല്ല. അടുത്ത കാലത്ത് വലിയ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ളത് റിലയൻസ് ഇൻഡസ്ട്രീസും അഡാനി ഗ്രൂപ്പും മാത്രമാണ്. ടെലികോം മേഖലയിൽ വളരെ വലിയ നിക്ഷേപമാണ് ജിയോ വഴി മുകേഷ് അംബാനി നടത്തിയിട്ടുള്ളത്. അഡാനി ഗ്രൂപ്പ് ആവട്ടെ പോർട്ട്, പവർ, എയർപോർട്ടുകൾ എന്നിവയിലേക്ക് വിപുലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ കൺസ്ട്രക്ഷൻ സെക്ടറിലെ മുരടിപ്പും റിയൽ എസ്റ്റേറ്റിലെ മാന്ദ്യവും മൂലം പഴയ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളൊക്കെ കൂടുതൽ നിക്ഷേപിക്കാനാവാത്ത സ്ഥിതിയിലാണ്. അതുമാത്രമല്ല വളരെ വലിയ കടബാധ്യതയാണ് ഇവരിൽ പലർക്കും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിദേശ മൂലധനം ആകർഷിച്ചാൽ മാത്രമേ കൂടുതൽ ബിസിനസ്സുകൾ കെട്ടിപ്പടുക്കുവാനും കൂടുതൽ ജോയിൻറ്റ് വെഞ്ചറുകൾ സ്ഥാപിക്കുവാനും അതുവഴി കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുവാനും അങ്ങനെ കൺസ്യൂമർ ഡിമാൻഡ് ഉയർത്തിക്കൊണ്ട് വരുവാനും സാധിക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ ഒട്ടനവധി ബിസിനസ്സുകൾ കെട്ടിപ്പടുക്കാനുള്ള മൂലധനം ഗവൺമെൻറ്റിൻ്റെ കൈവശമില്ല. കാരണം കേവലം 10% ഇന്ത്യക്കാർ മാത്രമാണ് ഇൻകം ടാക്സ് അടയ്ക്കുന്നത്. 90% ആളുകളും ഇൻകം ടാക്സ് അടയ്ക്കാത്ത ഒരു രാജ്യത്ത് കേവലം കോർപ്പറേറ്റ് ടാക്സും അതേപോലെ വളരെ ചുരുക്കം ആളുകളിൽ നിന്നുള്ള ഇൻകം ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും മൂലമാണ് എക്കണോമി നിലനിൽക്കുന്നത്. കോർപ്പറേറ്റ് ടാക്സിലെ കുറവ്
കൂടുതൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ ആകർഷിക്കുന്നതിന് ഇടയാകും. സ്റ്റോക്ക് മാർക്കറ്റ് പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ടാക്സ് റേറ്റിലെ കുറവ് മൂലം അത്തരം കമ്പനികളുടെ ലാഭത്തിൽ വർധനവുണ്ടാകും. കൂടുതൽ ലാഭമുണ്ടാകുമ്പോൾ സാധാരണയായി കമ്പനികളുടെ റീഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കൂടുതൽ തുക മാറ്റിവെക്കപ്പെടുകയും അതുമൂലം കൂടുതൽ പ്രൊഡക്റ്റുകൾ വിപണിയിൽ ഇറങ്ങുകയും അതോടൊപ്പം കൂടുതൽ എക്സ്പാൻഷൻ നടക്കുകയും ചെയ്യും. ഇത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഇടയാക്കും. അതേപോലെ തന്നെ പുതിയ മാനുഫാക്ചറിങ് കമ്പനികൾക്ക് 15% എന്നുള്ള ടാക്സ് റേറ്റാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. 30% നിന്ന് 15%ത്തിലേക്ക് ടാക്സ് റേറ്റ് കുറയുമ്പോൾ ചൈനയിലും അതേപോലെ മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ക്രമീകരിച്ചിരിക്കുന്ന മാനുഫാക്ചറിങ് യൂണിറ്റുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുവാനും അതേപോലെ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാനുമൊക്കെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഉദ്ദീപിപ്പിക്കാനും എക്കണോമിയിൽ വീണ്ടും കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തുവാനും അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസിയുടെ ഭാഗമായിട്ടുള്ള ഈ കോർപ്പറേറ്റ് ടാക്സ് കട്ട് മധ്യകാലത്തിലും ദീർഘകാലത്തിലും നമുക്ക് ഗുണം ചെയ്യും എന്നാണ് എൻ്റെ വിലയിരുത്തൽ. താങ്ക് യു ഓൾ. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.